പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാദാപുരത്തിൽ ഇല്ലാതെ പോകുന്നത്. നിങ്ങൾ പറയുക, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്നവരെ ഹെൽമറ്റ് പോലും പിടിക്കാൻ നിരവധി ചെക്കിങ്ങൾ നടത്തുന്നില്ലേ നാദാപുരം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ? ആ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് നമ്പർ ബോർഡ് പോലും മാറ്റിവെക്കാത്ത കാറിൽ ആയുധങ്ങളുമായി പ്രതികൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് ആ പ്രതികൾക്ക് കൊല്ലാനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് രാജ്യത്തിലെ ശമ്പളം പറ്റുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ രാജ്യത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ചെയ്തത് എന്ന് വരുകിൽ ഒരു കാര്യം സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ. നിങ്ങൾ സഖാവ് അച്യുതാനന്ദനോട് കളിക്കാം, നിങ്ങൾ കളിച്ചോളൂ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായി പറയട്ടെ, രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. പാടത്തും വരമ്പത്തും കൂലിയുടെ കണക്കൊന്നും ഞങ്ങൾ പറയാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ ഒരു തനി പൊട്ടനില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വൃത്തികേട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയും, നിയമത്തിൽ ഞങ്ങൾ കാത്തിരിക്കും. നിങ്ങൾ ചോദിക്കണില്ലേ ഷുക്കൂർ കേസ് വലിയ വമ്പത്തരം പറയുന്നല്ലോ നിങ്ങൾ. എന്താ പറയണത്? ഉരുക്കു മനുഷ്യൻ ആര്? ഇ.പി. ജയരാജൻ. ഇത് അൻസാരി ഇവിടെയുണ്ട്, ജില്ലാ ലീഗിന്റെ ഭാരവാഹിയാണ്. PK ഉണ്ട്, ജില്ലാ ലീഗിന്റെ ഭാരവാഹിയാണ്. അവരൊക്കെ ജില്ലാ ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അവരൊക്കെ തന്നെ ഞങ്ങളെ ആ കേസുമായുള്ള അന്വേഷണ രീതികൾ ഏൽപ്പിച്ചു. അവിടെ ലത്തീഫ് വക്കീൽ അടക്കം ഒരുപടി ആളുകൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? പി ജയരാജൻ ഉരുക്കു മനുഷ്യനാണ്. എന്നാൽ CBI കണ്ണൂരിൽ ഇറങ്ങിയത് മുതൽ ആംബുലൻസിൽ നിന്ന് ജയരാജൻ താഴെ ഇറങ്ങിയിട്ടില്ല. അറിയോ നിങ്ങൾ അധികാരത്തിൽ വന്നു, ഷുക്കൂറിന്റെ ഉമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തു CBI, ഷുക്കൂറിന്റെ സഹോദരൻ ദാബുവിനെ ചോദ്യം ചെയ്തു. എല്ലായിടത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു വരുമ്പോഴാണ് അധികാരം മാറുന്നത്. അധികാരം മാറിയപ്പോ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ ആ കേസിൽ നിങ്ങൾ അഡ്വക്കേറ്റ് ജനറലിനെ ഉപയോഗിച്ചു കളിക്കാൻ ശ്രമിച്ചു. ഹൈക്കോടതിയിൽ കേസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. തൽക്കാലത്തേക്ക് അതിന്റെ വിധി വന്നിട്ടില്ല. ആ വിധി വരുന്ന ദിവസം അതെങ്ങാനും പ്രതികൂലമാണെങ്കിൽ ആ സെക്കൻഡില് അങ്ങ് സുപ്രീം കോടതിയിൽ കേസുമായി മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ഒരു കാര്യം പി ജയരാജൻ ഉറപ്പിച്ചോ, ആ പൊന്നുമോന്റെ ചോരയിൽ നിങ്ങൾക്ക് എങ്ങാനും പങ്കുണ്ടെങ്കിൽ ആംബുലൻസിൽ നിന്ന് നിങ്ങളെ നേരെ കൊണ്ടുവന്ന് ജയിലിൽ അടക്കുന്നത് വരെ നിങ്ങൾക്ക് പിറകെ ഞങ്ങൾ ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അസ്ലം പോൽ എന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന്റെ പിറകിൽ രാജ്യത്തെ ഏത് കൊമ്പനും ആ കൊമ്പൻ രാജ്യത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും തുറുങ്കിലിൽ അടക്കുന്നത് വരെ ആ നിയമത്തിന്റെ പിറകിൽ ഞങ്ങൾ ഉണ്ടാകും, ആ കേസിന്റെ പിറകിൽ ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾ സംശയിക്കണ്ട, കത്തിയുമായൊന്നും ഞങ്ങൾ കാത്തിരിക്കില്ല. അത് ഞങ്ങളുടെ ഏർപ്പാടല്ല. രാജ്യത്തിലെ നിയമത്തിന്റെ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അങ്ങേ അറ്റം വരെ ഞങ്ങൾ കാത്തിരിക്കുമെന്നേ പറയുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വലിയ ഉഷാറാണ്. അസ്ലമ മരിച്ചുപോയപ്പോൾ വേറെ കുറച്ചാളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് ലീഗുകാരാ നോക്കി നിൽക്കാത്തതെന്നാണ്. ആര്? നമ്മളുടെ LDF-കാര്. എടോ നീയല്ലേ ആഴ്ചകൾക്ക് മുമ്പ് നസറുദ്ദീനെ കുത്തിമലർത്തിയത്? നിന്റെ കത്തി പുണ്യമാക്കപ്പെട്ട കത്തിയും പിണറായിയുടെ കത്തി അശുദ്ധമായ കത്തിയുമല്ല ലീഗുകാർക്ക്. ഞങ്ങളുടെ ചെറുപ്പക്കാരന്റെ നെഞ്ചു പുലർത്തിയത് നിങ്ങൾ കൂടിയാണ്. എന്നിട്ട് ചോദിക്കാണ് ലീഗിനോട്, എന്താ പ്രതികരിക്കാത്തത്? ഷുക്കൂർ കേസിൽ എന്താ മിണ്ടാത്തത്? തനിക്കറിയുമോ? ഇവിടുത്തെ LDF വർത്തമാനം പറയുന്നവർക്ക് അറിയുമോ? നിങ്ങൾക്ക് ഷുക്കൂറിന്റെ ഉമ്മ ആത്തിക്ക ഉമ്മ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ചയാണ്. ആത്തിക്ക ഉമ്മ വിളിക്കുന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്നാണ്. ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദിന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. ഇപ്പോഴും ആ കൊടി തന്നെയാണോ ഞങ്ങളുടെ കയ്യിലുള്ളത്? ഷുക്കൂറിന്റെ കേസിൽ ഞങ്ങൾക്ക് പിഴച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ആത്തിക്ക ഉമ്മയുടെ നാവിൽ നിന്നാണ്, ദാവൂദിന്റെ നാവിൽ നിന്നാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു പുന്നാനമോന്റെ മുദ്രാവാക്യവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഷുക്കൂറിന്റെ ചോരയുടെ കണക്കും അസ്ലമിന്റെ ചോരയുടെ കണക്കും നിങ്ങൾ പറയാൻ വന്നാൽ നസറുദ്ദീൻ അടക്കമുള്ളവരുടെ ചോരയുടെ കഥ കൂടെ നിങ്ങൾ പറഞ്ഞിട്ട് മതി. അതുകൊണ്ട് ലീഗിന്റെ എന്താണ് അതിന്റെ നേതൃത്വവും അതിന്റെ നിലപാടുകളുമൊന്നും ആരും സ്വന്തമായി ഏറ്റെടുക്കേണ്ടതില്ലെന്നേ ഞാൻ അവരോട് പറയുന്നുള്ളൂ. വേറെ കുറച്ചാളുകൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും അവരവരുടെ വൈകാരികതയുടെ കൂടെ അങ്ങ് നടന്നു പോകാനൊന്നും ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിച്ച് ലീഗ് നിൽക്കേണ്ടതില്ല. ലീഗിന്റെ ആ നിലപാടുകൾ ആലോചിച്ച് ആസൂത്രണം നടത്തി ശ്രദ്ധയോടുകൂടിയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. വൈകാരിക കൂട്ടങ്ങളുടെ ലീഡർഷിപ്പ് അല്ല ലീഗിന്റെ ലീഡർഷിപ്പ്. വിരോധമുണ്ടോ? പ്രയാസമുണ്ടോ? പ്രയാസമുള്ളവൻ അവന്റെ നിലപാടെടുക്കാൻ വെറുതെ ചോദിക്കാണ്. ഗൾഫ് കുത്തുന്നിട്ട് ഫോണിൽ ചോദിക്കാൻ, എന്തേ പ്രതികരിക്കാത്തത്?
എന്നോട് പ്രതികരിക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ലീഗുകാരോടാ പറഞ്ഞത്, ഈ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്ന് പ്രതികരിച്ചോ. നമ്മൾ തടുത്തിട്ടില്ല. എന്താ നിങ്ങൾ കുത്താത്തത്? എന്താണ് പോയി കുത്തിക്കടോ? ഞങ്ങൾ ലീഗുകാരോടാ പറഞ്ഞത് നിങ്ങൾ ആയുധം എടുക്കരുത്. ഞങ്ങൾ ലീഗുകാരോടാ പറഞ്ഞത് നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടിയെ കർട്ടനു പിറകിൽ നിന്ന് നിയന്ത്രിച്ചു കളയാമെന്ന് ഒരു വികാരജീവിയും വിചാരിച്ചു പോകരുത് എന്ന് ഞാൻ പറയുന്നു. നിയമങ്ങൾ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ആർക്കാ അധികാരമുള്ളത്? ഇവിടെ മാത്രമല്ലല്ലോ. ഇപ്പോ ഇസ്ലാമിനെ തന്നെ പ്രതിക്കൂട്ടിൽ ചേർത്തി കുറെ ആളുകൾ പുറപ്പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ആളുകളെ കഴുത്തറുത്ത് കൊല്ലുക, ആളുകളെ വഴിയിൽ വെച്ച് കുത്തിക്കൊല്ലുക, ആളുകളെ പിടികൂടി കൊണ്ടുപോകുക. ഏത് ഇസ്ലാമാണല്ലോ ഇത്? ഏത് ഇസ്ലാമാണ്? നിങ്ങൾ എന്ത് ഇസ്ലാമിനെയാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? IS വിഷയം രാജ്യം മുഴുവൻ ചർച്ചയാണല്ലോ. എങ്ങനെയാണ് ഇത് ഇസ്ലാമാവുന്നത്? ഒരൊറ്റ ചോദ്യം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, പ്രസക്തമായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. നിയമത്തെയും അതുപോലെ തന്നെ നടപടികളെയും കൈകാര്യം ചെയ്യാൻ ആർക്കാണ്, വ്യക്തികൾക്ക് അധികാരം കൊടുത്ത ഒരു ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കാണിക്കുമോ? പ്രവാചകന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? നിങ്ങൾ യുദ്ധങ്ങൾ പറയും, നിങ്ങൾ ശിക്ഷാവിധികൾ പറയും, നിങ്ങൾ തിരിച്ചടികൾ പറയും. ആ തിരിച്ചടികൾക്കും യുദ്ധങ്ങൾക്കും ശിക്ഷാവിധികൾക്കും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ എന്ന് പറയും ഒരു യുദ്ധം, ഒരു തിരിച്ചടി, ഒരു ആക്രമണം ഒരു വ്യക്തി നടത്തിയിട്ടില്ല. നിങ്ങൾ പറയാ വ്യക്തി നടത്തിയിട്ടില്ല. പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാം. പ്രത്യാക്രമണവും ആക്രമണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഇസ്ലാമിൽ മാത്രമല്ല, ലോകത്ത് തന്നെ എവിടെയാണ് വ്യക്തികൾക്ക് നിയമം കയ്യിലെടുക്കാൻ വിശുദ്ധ ഖുർആനിലെ ഒരു സ്പേസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്പേസ് നിങ്ങൾ മാതൃകയാക്കണമെന്ന് കുതുബത്തുൽ പ്രവാചകൻ പറഞ്ഞ താബിഈങ്ങളുടെ ഒരിടം നിങ്ങൾ പറ. ഇസ്ലാമാണല്ലോ പറയുന്നത്, ഇസ്ലാമിനെ പറഞ്ഞിട്ടാണല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ പറ, എവിടെയാണുള്ളത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്വന്തം വാപ്പയെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ കുത്തിക്കൊല്ലുകയാണ്. വിഷയം സൗദിയിലാണ്. കണ്ണിന്റെ മുമ്പിൽ വെച്ച് ശരീഅത്ത് വിധിവിലക്കുകൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്ത് സ്വന്തം മകന്റെ മുമ്പിൽ വെച്ച് വാപ്പയെ കൊല്ലുന്നു. കോടതിയിൽ, ഇസ്ലാമിക കോടതിയിൽ കേസെത്തുന്നു. വേണ്ടത്ര തെളിവുകളില്ലാതെ കൊന്നവനെ വെറുതെ വിടുന്നു. കൊന്നത് മകൻ കണ്ടതാണ്. എല്ലാത്തിനും അപ്പുറം അല്ലാഹു സാക്ഷിയാണ്. ആര്? അല്ലാഹു സാക്ഷിയാണ്. ഏറ്റവും വലിയ സാക്ഷി അല്ലാഹു അല്ലേ? ഏറ്റവും വലിയ സാക്ഷി. എന്നാൽ ശരീഅത്ത് കോടതി അതിന് വേണ്ടത്ര തെളിവുകളില്ലാത്തത് കൊണ്ട് കേസ് വിടുന്നു. എന്റെ ചോദ്യം, സ്വന്തം വാപ്പയെ കൊന്നവനെ ശരീഅത്ത് കോടതി വെറുതെ വിട്ടാൽ മകന് തിരിച്ചുകൊല്ലാൻ അധികാരമുണ്ടോ? മകന് തിരിച്ചുകൊല്ലാൻ അധികാരമുണ്ടോ? അങ്ങനെ അധികാരമുണ്ട് എന്ന് നിങ്ങൾ പറയും. ആരെങ്കിലും പറഞ്ഞേക്കാം. കാരണം വാപ്പയെ കൊന്നത് മകൻ കണ്ടുകൊണ്ട് കണ്ടതാണ്. അല്ലാഹുവിനറിയാം ഇവന്റെ വാപ്പയെ കൊന്നത് ഇന്ന പ്രതിയാണ് എന്ന് കരുതി സൗദി അറേബ്യയിൽ കോടതി വെറുതെ വിട്ടവനെ തിരിച്ചു കൊല്ലുന്നവനോട് ഇസ്ലാമിന്റെ വിധി എന്താ? കോഴിക്കോട് പ്രൊഫസർ കോയയുടെ വിധിയല്ല ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ രാജ്യം മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നവരുടെ വിധിയല്ല ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ വിധി എന്താ? ഖുർആൻ പഠിപ്പിച്ചത് എന്താ? സൗദി പോലെയുള്ള ഒരു ശരീഅത്ത് കോടതിയുടെ വിധി എന്താ? വാപ്പയെ കൊന്നവനെ വെറുതെ വിട്ടപ്പോ തിരിച്ചു കൊന്നാൽ ഇവൻ ഇസ്ലാമിക കണക്കനുസരിച്ച് ഇവൻ ഒരുത്തനെ കൊന്നതിന് തുല്യനാണ്. ഒരാളെ കൊന്നതിന് തുല്യമായ ശിക്ഷകൾ ലഭിക്കും. ആ രാജ്യത്ത് ഏത് വ്യക്തിക്കാണ് മനുഷ്യനെ ആക്രമിക്കാൻ അധികാരമുള്ളത്? ഏത് വ്യക്തിക്കാണ്? ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവില് ഖുർആൻ വിളക്കൂതി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഖുർആനിന്റെ വെളിച്ചവും കൊടുക്കെടുക്കുകയാണ്. കേവലം മെഴുകുതിരി മാത്രമല്ല, കേവലം ഇലക്ട്രിക് ലൈറ്റുകൾ മാത്രമല്ല, ഖുർആനിന് വെളിച്ചമുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു പുസ്തകം മാത്രമല്ല, 30 ജുസുകളുള്ള ഖുർആൻ. ആ ഖുർആൻ മാത്രമല്ല, ഖുർആനിനെ പരിചയപ്പെടുത്തുന്ന എല്ലായിടത്തും ഖുർആൻ തന്നെ പറയുന്നുണ്ട് കിതാബുൽ ഹിക്മ. കിതാബുൽ ഹിക്മ എന്തായത്? കിതാബ് 30 ജുസുകളുള്ള ആ പുസ്തകമാണ്. എന്നാൽ അത് കിതാബാവുന്നത് ഹിക്മ കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ്. എന്താണ് ഹിക്മ? ആ ഹിക്മയാണ് ഇവർക്കറിയാത്തത്. ഈ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പൊട്ടിപ്പുറപ്പെടുന്നവർക്ക് അറിയാത്തത് ഇതിലെ ഹിക്മയാണ്. ആ ഹിക്മ എന്താണ്? അതില്ലെങ്കിൽ ഖുർആൻ പൂർത്തിയാവില്ല. അത് തിരിച്ചറിവാണ്. അത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവുണ്ടാവുന്നില്ല. എന്നിട്ട് പലായനം ചെയ്ത് പോവാണ്.
ഓരോരുത്തര് എങ്ങനെ ഇസ്ലാമിനെ കണ്ടുപിടിക്കാൻ പോവാൻ. എവിടെ? സിറിയയിലേക്ക്. അവിടെയാണ് ഇപ്പൊ ഇസ്ലാം പൂത്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോവാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ പോകുന്നത്? സ്വർഗം കിട്ടാനാണ്. അപ്പൊ എന്റെ വല്യപ്പയോ നരകത്ത് പോയോ? നിന്റെ വാപ്പയോ നരകത്ത് പോയോ? നിന്റെ വാപ്പയും വല്യപ്പയോ ഒക്കെ സിറിയയിൽ പോയിട്ടില്ല. ഈ രാവിലെ എഴുന്നേറ്റ് വയനാട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുബൈക്കൊക്കെ എഴുന്നേക്കണമെങ്കിൽ നിങ്ങളെക്കാൾ പാറാട്ടുകാരെക്കാൾ ഇരട്ടിക്കൂടി ചിലപ്പോൾ വയനാട്ടിലേക്ക് കിട്ടും. ആ ജാതി തണുപ്പായിരിക്കും. എന്നിട്ട് പുകപ്പ് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ ഇബ്ലീസ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതപ്പ് തട്ടിത്തെറിപ്പിച്ച് അവൻ പോവാണ്. അങ്ങനെ പോയി പള്ളിയില് പോയി അവിടുത്തെ ഇമാമിനെ പോലും വിളിച്ചുണർത്തി നമസ്കരിച്ച് സന്ദർഭം ഒത്തു വന്നപ്പോ ഹജ്ജിന് പോയി. കിട്ടിയ സമയത്ത് ഉംറക്ക് പോയി. താൻ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തിൽ നിന്ന് അതിന്റെ ഒരു വിഹിതം കൃത്യമായി പകുത്തുവെച്ച് സക്കാത്ത് കൊടുത്ത്, സങ്കടം പറഞ്ഞു വരുന്നവന്റെ മുമ്പിലേക്ക് സ്വത്തിന്റെ വിഹിതമെടുത്ത് സദക്ക കൊടുത്ത്, അയൽക്കാരെ മുഴുവൻ സ്നേഹിച്ച് സങ്കടപ്പെടുന്നവന്റെ കൂടെ ചേർന്ന് നിന്ന് മരിച്ചുപോയ നിന്റെ വാപ്പയും വല്യാപ്പയും നരകത്തിലാണോ? സിറിയയിലേക്ക് പലായനം ചെയ്യുന്ന പുതിയ തലമുറയിൽ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അവർക്ക് നരകായിരുന്നോ? അവിടെ പോകാഞ്ഞിട്ട്, ഈ യുദ്ധത്തിൽ പങ്കെടുക്കാഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ്, എന്ത് ഇസ്ലാമാണ് നിങ്ങൾ രാജ്യത്ത് പ്രേരിപ്പിക്കുക? ഇത് ഇസ്ലാമല്ല, ഇസ്ലാമിലേക്കുള്ള യാത്രയുമല്ല. ഇത് ഇസ്ലാമിൽ നിന്നുള്ള യാത്രയാണ്. ഇസ്ലാമിൽ നിന്നുള്ള യാത്രയാണ്. ഇത് ഒളിച്ചോട്ടമാണ്. എന്താ ഒളിച്ചോട്ടം? മുസ്ലിമായി ജീവിക്കുകയാണ് പ്രയാസമുള്ള കാര്യം. അല്ലെങ്കിലും ജീവിക്കലാ പ്രയാസം. മരിക്കലാണ് സുഖമുള്ള കാര്യം. കാരണം എന്താണ്? മരിക്കണമെങ്കിൽ ഒരു ഗുളിക മതി. ജീവിക്കണമെങ്കിലോ ഒരുപാട് ഗുളിക വേണം. പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക, കൊളസ്ട്രോളിന്റെ ഗുളിക, ഉമ്മാന്റെ ഗുളിക, ബാപ്പാന്റെ ഗുളിക, നാട്ടുകാരുടെ ഗുളിക, ഇതൊക്കെ വേണ്ടേ? എന്നാൽ ഇതൊന്നും വേണ്ട, മരിക്കണോ? ഒരു ഗുളിക മതി. ഒരു ഗുളിക തീരും. ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. സുബഹിക്ക് എഴുന്നേക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം, എല്ലാം. സിറിയയിലേക്ക് പോയവൻ എത്ര കിലോമീറ്ററുകൾ താണ്ടിയാണ് ദീൻ പെറുക്കാൻ പോകുന്നത്? അവന്റെ വീട്ടിലില്ലേ? സിറിയയിലേക്ക് പലായനം ചെയ്തവന് ഉമ്മ കണ്ണുനീര് കൊണ്ട് കരയുന്നത് പറയുന്നത് കേട്ടതല്ലേ നിങ്ങൾ? അവന്റെ ഉമ്മ പ്രായമായ എന്റെ മകളെ കല്യാണം കഴിച്ചു വിടണം, ഈ പോലീസ് ഈ വീട്ടിൽ എങ്ങനെ വന്നാൽ എങ്ങനെ സാധിക്കുമെന്ന ഉമ്മയുടെ എന്തിനാ സിറിയയിലേക്ക് പോയത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ സ്വർഗം എവിടെയാണ്? സിറിയയിലല്ല, സ്വന്തം മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ്. എന്തൊരു വിഡ്ഢികളാണ് ഇവർ! സ്വന്തം മാതാവിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലുള്ള സ്വർഗവും വിട്ട് 1000 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സിറിയയിലേക്ക് പോകുന്നവൻ. പോയവനോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ അയൽപക്കത്ത് പട്ടിണില്ലേ? നിന്റെ അയൽപക്കത്ത് സങ്കടല്ലേ? വിഷമല്ലേ? അത് കണ്ടിട്ടുണ്ടോ നീ? പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോങ്ങള്? നീ എന്തോ ആവ്, പട്ടിണി കിടക്കേ, ദാരിദ്ര്യം അനുഭവിക്കേ, വിഷയമല്ല. നീ പട്ടിണി കിടന്ന് മരിച്ചാലും അത് വിഷയമല്ല. അതുകൊണ്ട് നീ നരകത്തിലൊന്നും പോവില്ല. പക്ഷെ നിന്റെ അയൽക്കാരൻ പട്ടിണി കിടന്ന് മരിച്ചാൽ നിനക്ക് സ്വർഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിട്ട്. ആരാ അയൽക്കാരൻ? അപ്പൊ പറഞ്ഞു, നിന്റെ മുമ്പിലേക്കുള്ള 40 വീട്ടുകാര്, ഇടത്തോട്ടുള്ള 40 വീട്ടുകാര്, വലത്തോട്ടുള്ള 40 വീട്ടുകാര്, ബാക്കിലേക്കുള്ള 40 വീട്ടുകാര്, ഇന്നത്തെ കാലത്ത് പറഞ്ഞ മേലേക്കുള്ള 40 വീട്ടുകാര്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോ താഴേക്കുള്ള 40 വീട്ടുകാര് എന്ന് വെച്ചാൽ ഒരു മഹല്ല്. ആ മഹല്ലത്തിനകത്ത് പട്ടിണി കിടക്കുന്നവൻ അവൻ ആര്? മുസ്ലിമാ, ക്രിസ്ത്യാനിയ, ബുദ്ധൻ, ജൈനൻ, പാർസി? മനുഷ്യൻ. നിങ്ങളെവിടെ ഒരു അമ്മയുടെ കയ്യിലേക്ക് വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ ചെയ്യുന്ന മഹാസുഹൃതമുണ്ടല്ലോ, ആ സുഹൃതം തന്നെയാണ് ചെയ്യേണ്ടത്. അസുഹൃതം, അതിൽ മതമില്ല, ജാതിയില്ല. പട്ടിണിക്കെന്ത് മതം? രോഗത്തിനെന്ത് മതം? സങ്കടത്തിനെന്ത് മതം? അതാണോ മതം? അതാണോ? അവിടെയാണോ മതം ഉള്ളത്? മതം പരിശോധിക്കുക നിങ്ങള്. നിന്റെ വിശപ്പ് നിന്റെ മാത്രം പ്രശ്നമാണ്. ചിലപ്പോ ഗ്യാസ് ട്രബിൾ വരും, രോഗം വരും, പലതും വരും. എന്നാൽ അയൽക്കാരന്റെ വിശപ്പ് നിന്റെ ആത്മീയമായ പ്രശ്നമാണ്. അവിടെ പ്രശ്നം അയൽക്കാരന്റെ വിശപ്പ് ആത്മീയമായ പ്രശ്നമാണ്. ആ ആത്മീയമായ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോ സ്വർഗം നിന്റെ കൂടെ ഉണ്ടാകും. ഇസ്ലാമിനെ വക്രീകരിക്കുക, ഇസ്ലാമിനെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോവുക, ഇസ്ലാമിനെ അപകടകരമായ പദ്ധതിയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോഴോ
കൊണ്ടുപോകുമ്പോ ഇവിടെ ചില ആളുകൾ IS ഭീകരന്മാരാണ്. ആര്? കേരള ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു IS ഭയങ്കര സംഭവമാണ്. സഖാവ് പിണറായി IS. ഇവിടെ വേർച്ച് കുറച്ച് IS മാരുണ്ട്. നിങ്ങളെ കൂടെയുണ്ട്. അടിക്കോട് മണ്ഡലത്തില് ഞാൻ മത്സരിക്കുമ്പോ അഞ്ചാരിക്കൊക്കെ അറിയാം, ഞാൻ മത്സരിക്കുമ്പോ നമ്മുടെ നാട്ടിലെ കൊച്ചു IS-കാർ നിങ്ങളെ കൂടെ ആയിരുന്നല്ലോ. ഇല്ലേ? ഞാന് വോട്ടിങ്ങനെ എണ്ണിയിട്ട് ഇറങ്ങുമ്പോ ഇപ്പോഴത്തെ മന്ത്രി അദ്ദേഹം വോട്ടിടാനുണ്ട്. അവിടെ ഇറങ്ങി വരുമ്പോ എന്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഷാജി ഇത്തവണ ഷാജിനെ നമ്മൾ പൂട്ടും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു സർക്കാരൻ ഉളുപ്പില്ലാതെ SDPI-യുമായി ചർച്ച. നിങ്ങൾ പിന്നെ ഏത് IS-നെയാണ് എതിർക്കുന്നത്? ഭീകരതയോട് നിങ്ങൾക്ക് എന്താ വിരോധം? നിങ്ങൾ എങ്ങനെ വിരോധിക്കും? IS മനുഷ്യനെ കടുത്തറുത്താ കൊല്ലുന്നതെങ്കിൽ പിണറായിയുടെ പാർട്ടി മനുഷ്യനെ 70 വെട്ടുപൊട്ടിയാണ് കൊല്ലുന്നത്. എല്ലാം കൊലയാണ്. അല്ലാതെ മതം നടത്തുന്നത് മാത്രം ഭയങ്കര ഭീകരത, രാഷ്ട്രീയക്കാർ നടത്തിയാൽ അത് മഹാപുണ്യം. അങ്ങനെയൊന്നുമില്ല. അസ്ലമിനെ കൊല്ലുന്നത്, നിങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നത് IS-ന്റെ കേരളത്തിലെ മറ്റൊരു പതിപ്പാണ് നിങ്ങൾ എന്നത്